ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മല്ലൂപ്പസ് മാസ്റ്ററിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗായ്സ്. നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നമുക്ക് നാളെ ഗെയിമിലൊരു അപ്ഡേറ്റ് ഉണ്ട്. സോ അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾക്ക് ഷെയർ ചെയ്യാനാണ്. അതുപോലെ തന്നെ നമുക്ക് നാളെ ഏതൊക്കെ പാക്ക് വരും, പ്ലെയർ ഓഫ് ദി വീക്ക് ഏതാണ്, കാര്യങ്ങളൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്നാൽ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവുക. അപ്പോൾ അതിനു മുമ്പ് നമുക്ക് ആദ്യമായിട്ട് പറയാനുള്ളത്, ഇന്നലെ നമ്മുടെ ഹോങ്കോങ് വേഴ്സസ് ഇന്ത്യ മത്സരം ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് വേണ്ടി ആർത്തുളിക്കാൻ കുറേ അധികം നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് വന്നിരുന്നു, അവരൊക്കെ കണ്ടു. നമ്മൾ കഴിഞ്ഞ വ്യാഴാഴ്ച ലൈവ് ഇട്ടപ്പോൾ കുറേ പേരത്തൊക്കെ വരാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ അത് കുറേ പേര് ബ്രോ പറഞ്ഞല്ലേ അപ്പോൾ എത്തി അങ്ങനെയൊക്കെ പറഞ്ഞ് കുറേ പേര് വന്ന് പറഞ്ഞിട്ട് അടുത്തൊക്കെ അതൊക്കെ കേട്ടപ്പോൾ ഭയങ്കര സന്തോഷം. കുറേ പേര് ഫോട്ടോ എടുക്കാൻ പറ്റി, കുറേ പേര് സംസാരിക്കാൻ പറ്റി. അപ്പോൾ ഇനിയും ഇങ്ങനെ മത്സരങ്ങളൊക്കെ വരുമ്പോൾ വരാൻ നോക്കുക മാക്സിമം. അതിന് തന്നെ വന്ന എല്ലാവർക്കും നന്ദി, അതാണ് ആദ്യം പറയാനുള്ളത്. കാരണം ഇന്നലെ അടിപൊളി വൈബായിരുന്നു, ഒരു രക്ഷയില്ല. ഞാൻ കയറുമ്പോൾ പോസിറ്റീവായിരുന്നു, ഇറങ്ങുമ്പോൾ അതിനായിട്ട് വലിയ പോസിറ്റീവായി. ഇന്ത്യ ജയിച്ചു 2-1 മെയിനായിട്ട്. നല്ല കളിയായിരുന്നു ഇന്ത്യ, നല്ല കളി പറഞ്ഞാൽ നല്ല കളി. ഇപ്പോൾ എന്തോ ആയിക്കോട്ടെ, ഇന്ത്യ ഓൾറെഡി പുറത്തായതാണ്, ഹോങ്കോങ്ങിൻ്റെ ഏത് ടീമായിക്കോട്ടെ. പക്ഷേ അതൊന്നും വിഷയമല്ല, നമുക്ക് അവിടെ വരിക നമ്മുടെ ഉള്ളിലത്തെ ആ ഫുട്ബോളിൻ്റെ പാഷൻ പുറത്ത് കാണിക്കാനുള്ള ഒരു അവസരമാണ്. ഓൾറെഡി എല്ലാവർക്കും അറിയാം നമ്മൾ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഇത് കൂടെ എത്രത്തോളം പാഷനേറ്റ് ആണെന്ന്. പക്ഷെ അവിടെ നമുക്ക് വേറൊരു കാര്യം തെളിയിക്കേണ്ടായിരുന്നു. കാരണം ഇപ്രാവശ്യം നമ്മുടെ ബ്ലാസ്റ്റേഴ്സിൻ്റെ മാനേജ്മെൻറ്റ് പറ്റ പരാജയമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആരും കളി കാണാൻ പോയിരുന്നില്ല. അപ്പോൾ ഇവരൊക്കെ വിചാരം എന്താ, ഇന്ത്യയുടെ മത്സരത്തിലും അങ്ങനെ ആരും കളി കാണാൻ വരില്ല എന്ന് അവർക്കൊരു ചിന്ത ഉണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് മാറ്റേണ്ട നമ്മുടെ ആവശ്യമായിരുന്നു. അപ്പോൾ നല്ല കളി കളിച്ച് അവിടെ കാണാൻ ആൾക്കാരുണ്ടാവുമെന്ന് ഇന്നലത്തോടെ അവർക്ക് ഏകദേശം മനസ്സിലാണ്ടോ. സത്യം പറഞ്ഞാൽ ഞാൻ ഒട്ടും തൃപ്തനല്ല, അത് വേറെ ഒന്നല്ല. ഞാൻ ഇതിനായിട്ടും കൂടുതൽ കാണികൾ പ്രതീക്ഷിച്ചായിരുന്നു ഇന്നലെ കളി കാണാൻ. ഇന്നലെ ഏകദേശം 22,800 പേരായിട്ട് കളി കാണാൻ വന്നിട്ടുണ്ട്. പക്ഷേ നമ്മൾ അന്ധകാലത്ത് കണ്ട ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് വെച്ചാൽ. എന്നാലും ഒരു 2 വർഷം മുന്നേ അന്ന് ഈവാനൊക്കെ ഉള്ളപ്പോൾ. അപ്പോൾ അത് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഒന്നും ഫീൽ ചെയ്തില്ല ഇത്. എന്നാലും കഴിഞ്ഞ 4 മത്സരം ബ്ലാസ്റ്റേഴ്സിന് ഞാൻ അവിടെ കാണാൻ പോയ ഒരാളാണ്. അപ്പോൾ അത് കമ്പയർ ചെയ്യുമ്പോൾ ടോപ്പാണ്, ഒന്നും പറയില്ല. പക്ഷെ എന്നാലും ഞാൻ പറയാം, ഒന്നുകൂടി ആൾക്കാർ വേണമായിരുന്നു. ഫുള്ള് നീല കളറാവണമെന്ന് എൻ്റെ ആഗ്രഹം ഉണ്ടായിരുന്നു. ഇന്ത്യ 2023 വേൾഡ് കപ്പ് ഫൈനൽ തോറ്റു, പക്ഷെ അന്ന് സ്റ്റേഡിയം കണ്ടില്ലെങ്കിൽ. അപ്പം അങ്ങനത്തെ ഒരു വൈബ് വേണമെന്നായിരുന്നു എൻ്റെ മനസ്സിൽ. എന്തായാലും ഇപ്രാവശ്യം നമുക്കത് കാണിക്കാൻ പറ്റിയില്ല എന്നല്ല, എന്നാലും നമ്മൾ വിചാരിച്ചത്ര നമുക്ക് കാണിക്കാൻ പറ്റിയില്ല. ഞാൻ വിചാരിച്ചത്ര ഞാൻ സാറ്റിസ്ഫൈഡ് അല്ല, അത് ഞാൻ പറയട്ടോ. ബാക്കിയുള്ളവരൊക്കെ അറിയില്ല, ഞാൻ സാറ്റിസ്ഫൈഡ് അല്ല. ഒന്നുകൂടി ആൾക്കാർ വേണമായിരുന്നു എന്നാണ് എൻ്റെ മനസ്സ് പറഞ്ഞത്. അപ്പോൾ എന്തായാലും അടുത്ത വട്ടം നമുക്ക് പൊളിക്കണം. ഇനിയും മാച്ചസ് എന്തായാലും വരും എന്നാണ് എൻ്റെ പ്രതീക്ഷ. പക്ഷേ ആ നാറികൾ എന്താടാ GDCA അവന്മാരാണ് പ്രശ്നക്കാർ. അപ്പോൾ അവന്മാരെ ഒതുക്കിയില്ലേ ശരിയാവില്ല. അത് പക്ഷേ കേരളത്തിൻ്റെ ഇവരാണ് നോക്കേണ്ടത്, സർക്കാരാണ് നോക്കേണ്ടത്. കാരണം അവരുടെ വഴിയാണല്ലോ എങ്ങനെ പോലും ആ ടീം പ്രവർത്തിക്കുന്നുണ്ടാവുക. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കണം. കാരണം കുറേ സ്റ്റേഡിയത്തിൽ ഫ്രീ ആയിട്ട് കളിക്കാൻ അവസരമുള്ള. ഇപ്പോൾ ഇവിടെ വന്നിട്ട് പൈസ അടച്ചടക്കി വെച്ച് കഴിഞ്ഞാൽ എന്താണ്, അതിന് കേരള ഫുട്ബോൾ അസോസിയേഷൻ അടച്ചു എന്നാണ് അറിയാൻ സാധിച്ചത്. എന്തായാലും തെണ്ടിത്തരാണ് കാണിച്ച്. ഇനി ഈ തെണ്ടിത്തരം കാരണം ഇനി കളികൾ വരാണ്ടിരിക്കുമെന്ന് എനിക്കറിയില്ല. അത് നഷ്ടം നമുക്ക് തന്നെ ഉള്ളൂ. ഓക്കെ, ഇന്ത്യൻ ഫുട്ബോൾ നഷ്ടം വരും, നമ്മുടെ ഫാൻസിൻ്റെ ഒരു ഇത് കാണാതെ. പക്ഷേ അതിനായിട്ട് നഷ്ടം നമുക്ക് തന്നെ വരുള്ളൂ, നമ്മുടെ ഒരു ഫുട്ബോളിനോട് ഫാഷൻ. ഓക്കെ, അപ്പോൾ അത് പോട്ടെ. അയ്യോ, ഞാൻ പറഞ്ഞു എവിടേക്ക് എത്തി. അപ്പോൾ എന്തായാലും ഗായ്സ്, നമുക്ക് ഇപ്രാവശ്യം നമ്മുടെ ഈ ഫുട്ബോളിൽ ഈ ആഴ്ച പ്ലെയർ ഓഫ് ദി വീക്കിനായിരുന്നു തന്നെ ആദ്യം എടുത്ത് പറയാം. സോ പ്ലെയർ ഓഫ് ദി വീക്കും കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ നാഷണൽ ടീമിൻ്റെ കളിയായിരുന്നു നമുക്ക് ഇപ്രാവശ്യം ഉണ്ടായിരുന്നത്. അപ്പോൾ എൻ്റെ ടീമായ ബ്രസീൽ തോറ്റു ഫസ്റ്റത്തെ കളി. പക്ഷേ ഇന്നലെ ക്രൊയേഷ്യനെ ഇട്ട് ഇളക്കി. വേൾഡ് കപ്പിൻ്റെ റിവഞ്ച് ഇത് ഞാൻ പറയുന്നില്ല, കാരണം വേൾഡ് കപ്പ് തമ്മിൽ ആനയും മയിലും തമ്മിലുള്ള ഇതിൻ്റെ വ്യത്യാസമുണ്ട്. അപ്പോൾ അത് പോട്ടെ. എന്നാലും 3-1 ജയിച്ച്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷമുണ്ട്. ഇപ്പോൾ ഫസ്റ്റത്തെ ഫ്രാൻസായിട്ട് പൊട്ടി, ലൈനപ്പ് സെറ്റല്ലായിരുന്നു, ആകെ ഒരു ഇതായിരുന്നു, ചടപ്പായിരുന്നു കളി ഫുള്ള്. ഓക്കെ, അത് കണ്ടവർക്ക് അറിയാം. പക്ഷേ എനിക്ക് ബ്രസീൽ ടീമിൽ വിശ്വാസമുണ്ട് കേട്ടോ, ആഞ്ചലോട്ടിയിൽ വിശ്വാസമുണ്ട്. ഇപ്പോൾ എന്തായാലും തിരിച്ചു വരും. അത് പോട്ടെ. അപ്പോൾ അങ്ങനെ പൊട്ടി അർജൻറ്റീന 2 കളി അടുപ്പിച്ച് ജയിച്ചിപ്പോൾ ഫസ്റ്റത്തെ കളി മോശമായിരുന്നു, പക്ഷേ ഇന്നലത്തെ കളി ഗംഭീരമായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ഇപ്രാവശ്യം പ്ലെയർ ഓഫ് ദി വീക്കിൽ നാഷണൽ ടീമിൽ വരാൻ ചാൻസ് ഉള്ളത് നമ്മളുടെ വിർജിൽ വാൻ ഡൈക്ക് സെൻറ്റർ ബാക്ക്. ഓക്കെ, മൂപ്പര് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ മൂപ്പരുടെ കാർഡ് സെൻറ്റർ ബാക്ക് അറിയാമല്ലോ, നെതർലൻഡ്സിന് കിട്ടുന്ന പെർഫോമൻസ് ആയിരുന്നു. പിന്നെ നമ്മുടെ ബ്രിഡ്സിൻ്റെ ഉറപ്പിച്ചാണ്. കാരണം ഇപ്പോൾ ഓൾറെഡി ഷാഡോസ് ഇട്ടില്ല നമ്മുടെ കൊണാമി. അപ്പോൾ അതിൽ നമ്മുടെ ബ്രിഡ്സ് ഉണ്ട് കേട്ടോ, ബ്രിഡ്സും ഉണ്ട്. അതുപോലെ തന്നെ വേറൊരു പ്ലെയർ കൂടി ഉണ്ട്, ആരാ ഞാൻ എന്തായാലും കാണിക്കുക ഇവിടെ. അതുപോലെ തന്നെ നമ്മുടെ ഗുയ്ക്യൂറസ് കിടലായിരുന്നു, ഹാട്രിക്ക് അടിച്ചു നമ്മുടെ സ്വീഡന് വേണ്ടിയിട്ട്. ഇന്നലെ സ്വീഡൻ അവരെ വേൾഡ് കപ്പിക്ക് ലാസ്റ്റ് ഗോള്. സംഭവം നമുക്ക് ലെവൻഡോസ്കിയുടെ അതിനോർത്ത് വിഷമമുണ്ട്. പക്ഷേ സ്വീഡൻക്ക് അറിയാലോ, കഴിഞ്ഞ 2 വേൾഡ് കപ്പിന് ഉണ്ടായിരുന്നില്ല എൻ്റെ ഒരു ഇതിൽ. അതെ, ഇല്ല തന്നെയാണ്. അപ്പോൾ ഈ വേൾഡ് കപ്പിൽ അവർ എങ്ങനെയൊക്കെ പ്രവേശിക്കണം എന്നുണ്ടായിരുന്നു. പോളണ്ട് 2 കളി കളിച്ചാൽ 2 വേൾഡ് കപ്പ് കളിച്ചാൽ ലാസ്റ്റ്. ഇപ്പോൾ സ്വീഡൻ ഒന്ന് കയറണം എന്നായിരുന്നു, പക്ഷേ ഇതിനായിട്ട് ആരും സ്ലാറ്റുള്ളപ്പോൾ കയറണമെന്നായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും കഴിഞ്ഞ 3 വട്ടം കയറിയില്ല തോന്നുന്നുണ്ടല്ലേ. അപ്പോൾ ഇപ്രാവശ്യം സ്വീഡൻ അങ്ങനെ വേൾഡ് കപ്പിന് കളിക്കുക, ലെവൻഡോസ്കിയുടെ അതിനോർത്ത് വിഷമമുണ്ട്. എന്തായാലും സ്വീഡൻ കയറിക്കാണ്, ഗുയ്ക്യൂറസിൻ്റെ ഗോളിൻ്റെ മികവിലാണ് കയറിക്കുന്നത്. ഇന്നലെ ലാസ്റ്റ് ഗോൾ അടിച്ച് ജയിച്ച്. അപ്പോൾ മൂപ്പരൊരു കാർഡ് വരും. പിന്നെ ടൊണാൽ വരും. പിന്നെ നമ്മുടെ ഡേസർ ഡിവോ ഫ്രാൻസിൻ്റെ. ടൊണാൽ ഇറ്റലിയുടെ ആരും പിന്നെ പറയണ്ട, ഇറ്റലി പൊട്ടി മാസഡോണിയായിട്ട്. അയ്യേ, അതെന്താ അല്ല
മാസറോണി അല്ല, സോറി കേട്ടോ, മറ്റേ ഡെക്കോൻ്റെ ടീം ഏതായിരുന്നു? ബോസ്നിയ ആയിട്ട്. ഓക്കെ, മരായിട്ട് ചോദിച്ചു പൊട്ടി. അത് അൺവാണ്ടർ ഒരു ആവശ്യമില്ല, ഇറ്റലിക്കാർ ഇറന്ന് പേടിച്ചെന്നെ. അത് അവർ മുന്നേ കയറണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ഉസബിലെ 2 ഗോൾ സ്കോർ ചെയ്തിട്ടുണ്ടായിരുന്നു, മൂപ്പര ഒരു കാർഡ് വരും. പിന്നെ നിക്കോപാസിൻ്റെ ഒരു കില്ലിനെ ഫ്രീ കിക്ക് ആയിരുന്നു, അവൻ്റെ കാർഡും വരും കേട്ടോ. പിന്നെ നമുക്ക് നോക്കാനുള്ളത് നമ്മുടെ തുർക്കിയുടെ സെൻട്രൽ ഫോർവേഡ് അവൻ ഫ്രെഡി, അവൻ വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ ലുക്കി ബാക്കോ ഡോഡി വെക്കോ ബെൽജിയത്തിൻ്റെ പ്ലെയർ ഉണ്ട്, അവൻ വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ നമ്മുടെ സെബൽസർ ഓസ്ട്രിയയുടെ പ്ലെയറാണ്. പിന്നെ സിയോൺസ്, ഇന്നലെ ജപ്പാൻ ഇംഗ്ലണ്ടിനെ കളിക്കുക 1-0, അതും പെട്ട കളി കിട്ടോ, അത് പറയാൻ മറത്. ആ ചെക്കൻ്റെ കാർഡ് വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ വേറെ 2 പ്ലേയേഴ്സും, ഡെൻമാർക്കിൻ്റെ ഇസ്കാൻ, അവനൊക്കെ പുറത്തായില്ലോ, ഡെൻമാർക്ക് പുറത്തായി, ചെക്ക് കയറി നിന്നിട്ട്. എന്തായാലും ഇത്രയും പ്ലേയേഴ്സാണ് നമുക്കൊരു ഇതിൽ പറയാനുള്ളൂ വരാൻ ചാൻസ് ഉള്ളത് കേട്ടോ. പിന്നെ നമ്മുടെ റാഷ്ഫോർഡിൻ്റെ വരാൻ ചാൻസ് ഉണ്ട്, വാസ്കോവിക്കിൻ്റെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത്രയും പ്ലേസിൻ്റെ ഒക്കെ കൺഫേം ആയിട്ടുള്ള നമ്മുടെ ഇവൻ്റെയാണ് ആര്, ബ്രിഡ്സിൻ്റെയും അവിടെ പിന്നെ ഒരെണ്ണം കൂടി ഉണ്ട്, ഒരു മിനിറ്റ് ഒന്ന് വെയിറ്റ് കേട്ടോ. അപ്പോൾ കൺഫേം ആയില്ല നമ്മുടെ ബ്രിഡ്സിൻ്റെ തുറാമിൻ്റെ ആണ് കൺഫേം ആയിട്ടുള്ളൂ. അപ്പോൾ ഈ 2 പേര് എന്തായാലും കൺഫേം ആണ്, കാരണം അവർ ഓൾറെഡി കൊണാമി പടവും കാര്യങ്ങളൊക്കെ വിട്ടിട്ടുണ്ട്. അപ്പോൾ ഈ 2 പേര് കൺഫേം ആണ് കേട്ടോ. അപ്പോൾ ബാക്കിയൊക്കെ ഉള്ള റൂമേഴ്സാണ് ഞാൻ കാണിച്ചത്. അപ്പോൾ ഇനി നിങ്ങളുടെ ഇതിൽ ആരെ വരാനാണ് ചാൻസ് കൂടുതലെന്ന് ജസ്റ്റ് താഴെ കമൻറ്റ് ചെയ്യുക. എന്തായാലും ഇന്നലത്തെ കളികളൊന്നും വെച്ച്, ഇന്ന് പുലർച്ചെ നടന്ന കളികളൊന്നും വെച്ച് ഇവന്മാർ കൊണ്ടില്ല, ഇന്നലെ രാത്രി വരെയുള്ള കളികളൊക്കെ നോക്കിയിട്ടായിരിക്കും കൊണ്ടുണ്ടാവുക. എന്തായാലും നോക്കാം. അതുപോലെ തന്നെ എപ്പിക് പാക്ക് ഓപ്പണിംഗ് ഒക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് എപ്പിക് പ്രാവശ്യം വരാൻ ചാൻസ് ഉള്ള നാഷണൽ ടീമിൻ്റെ തന്നെയാണ്. ഓൾറെഡി ഈ ആഴ്ച വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ വരുന്ന വ്യാഴാഴ്ചയും അതായത് നാളെ നമുക്ക് നാഷണൽ പാക്ക് തന്നെയാണ് വരാൻ ചാൻസ് കൂടുതൽ. അപ്പോൾ അതിൽ നമ്മളുടെ മറഡോണ, അതുപോലെ തന്നെ തിയറി ഹെൻറി, സ്നൈഡർ എന്നീ പ്ലേയേഴ്സിൻ്റെ ഒക്കെ പാക്ക് വരാൻ ചാൻസ് ഉണ്ടെന്ന് കാണിക്കുന്നുണ്ട്. അറിയില്ല ഏകദേശം എങ്ങനെ ഇതാവുന്നത്. അതുപോലെ തന്നെ റോബൻ ഹെൻറിയുടെ ഒരു പാക്കിൻ്റെ റൂമർ കാണിക്കുന്നുണ്ട്. പക്ഷെ അത് ഇതാണ് ഏത് നാഷണൽ ടീമല്ല, ക്ലബ്ബാണ്. ക്ലബിൻ്റെ കളി ഇപ്പോൾ തുടങ്ങും, വേറെ കാര്യം. പിന്നെ ഇറ്റാലിയൻ ലീഗ് ഗാർഡിയൻസ് വന്നിട്ട് നമ്മളുടെ സാംബ്രോട്ട, പിന്നെ ടോൾട്ടോ പറഞ്ഞ നമ്മുടെ ഇന്റർ മിലാൻ്റെ കീപ്പർ, പിന്നെ നെസ്റ്റ. സോ ഈ 3 പ്ലേയേഴ്സിനെ കാണിക്കേണ്ട ഒരു റൂമർ. പിന്നെ എട്ടോൻ്റെ ഒരു റൂമർ കാണിക്കുന്നുണ്ട്, 8 വരും എന്നുള്ളത്. പിന്നെ ആഴ്സണലിൻ്റെ ഒരു റൂമർ കിടക്കുന്നുണ്ട്, അത് ഏകദേശം ആഴ്സണലിൽ വരാൻ കഴിഞ്ഞ ആഴ്ചയായിരുന്നു ചാൻസ് ഉണ്ടായിരുന്നു. പക്ഷെ അവന്മാർ എന്തറിയില്ല, എല്ലായിടത്തും നല്ല റൂമർ അടിച്ചിറക്കിയായിരുന്നു, പക്ഷെ വന്നില്ല, എന്തറിയില്ല എനിക്ക്. അപ്പോൾ എന്തായാലും ഇത്രയാണ് പാക്സിൻ്റെ കാര്യമൊക്കെ പറയുള്ളൂ. ഇനിയും കുറേ പാക്കിൻ്റെ റൂമർ ഉണ്ട്, റൂമർ വെറുതെ കാണിച്ചിട്ട് എന്തെങ്കിലും ചടപ്പിക്കണം വെച്ചിട്ടാണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ കൺഫർമേഷൻ ഒന്നും പറയാൻ ആയിട്ടില്ല, നാളെ രാവിലെ എന്തായാലും അവന്മാർ വലിയ ഇടും. ഓക്കെ, പിന്നെ നാളത്തെ അപ്ഡേറ്റിൻ്റെ കാര്യമാണ് മെയിനായിട്ട്. നാളെയാണ് അപ്ഡേറ്റ്, കുറേ മാറ്റങ്ങളുണ്ടാവും, കാരണം 2-ാം തീയതി വരെയാണ് ഈ ഫുട്ബോൾ ലീഗ് ഉള്ളത്. അപ്പോൾ നാളെ തന്നെ അപ്ഡേറ്റ് വരാൻ ചാൻസ്. ഇനിയിപ്പോൾ നാളെ വന്നില്ല, പിന്നെ ഈ മാസം പകുതി ആകുമ്പോൾ ഉണ്ടാവും എങ്ങനെ പോലും. ഓക്കെ, നാളേക്കാണ് ഞാൻ ഒന്ന് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അറിയാലോ, ഇപ്രാവശ്യം മാസ്റ്റർ ലീഗ് അതുപോലെ തന്നെ മറ്റേ ഫിൽട്ടർ ചെയ്യും, നമ്മളുടെ സ്മാർട്ട് ടെസ്റ്റ് പ്ലേയേഴ്സിനൊക്കെ ഫിൽട്ടർ ചെയ്തിട്ട് ഇതാക്കും പറയുന്നുണ്ട്. വെച്ചാൽ സ്മാർട്ട് ടെസ്റ്റിന് വേണ്ടിയിട്ട് വേറൊരു ഡിവിഷൻ, അല്ലാത്തവർക്ക് കളിക്കാൻ വേറൊരു ഡിവിഷൻ, അങ്ങനെയൊക്കെ സെറ്റ് ചെയ്യുമെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. മെയിനായിട്ട് മാസ്റ്റർ ലീഗിനാണ്, കാരണം മാസ്റ്റർ ലീഗ് വെച്ചാൽ ഒരു കിടലിനാണ്, നമ്മുടെ ഡ്രീം ടീം വെച്ച് കളിക്കാൻ പറ്റുമില്ല. അതുപോലെ തന്നെ റിയലിസ്റ്റിക് ആണ് ഒന്നുകൂടി. സെലിബ്രേഷൻസ് ആയിക്കോട്ടെ, ടീം മീറ്റിംഗ്, സൈനിങ്സ്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അത് എക്സ്പീരിയൻസ് ചെയ്തവർക്കറിയാം. ഓക്കെ, അടിപൊളിയാണ് സംഭവം മാസ്റ്റർ ലീഗ്. അതുപോലെ തന്നെ റിയലിസ്റ്റിക് ആണ്, ഇഞ്ചുറി വരലും. അത് വന്നു കഴിയുമ്പോൾ നമുക്ക് ഒന്നുകൂടിയും റിവ്യൂ പെടക്കാം കേട്ടോ. ഇപ്പോൾ ഈ കൊണാമിനെ എങ്ങനെ ഇരിക്കും ഇതിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ നമുക്കറിയില്ലല്ലോ, അവർ അന്ന് കാണിച്ച് ഇതിലൊക്കെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്തായാലും വരട്ടെ, വന്നു കഴിഞ്ഞിട്ട് നമുക്ക് എന്തായാലും നോക്കി നോക്കാം കേട്ടോ. അപ്പോൾ എന്തായാലും നാളെ മാസ്റ്റർ ലീഗ്, പിന്നെ ഫിൽട്ടർ ചെയ്യൽ, അതൊക്കെ മെയിനായിട്ട്. ഓക്കെ, ഇനി വല്ല അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ എന്തായാലും സംസാരിക്കാൻ. ഞാൻ മെയിനായിട്ട് സംസാരിക്കുന്ന ഇന്ത്യ ഹോങ്കോങ്ങിൻ്റെ കാര്യമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ഈ നാഷണൽ ടീമിൻ്റെ കാര്യങ്ങളൊക്കെ സംഭവം ഇത് പറയാൻ വേറെ ചാനൽ തുടങ്ങിയാൽ പ്ലെയർ ഉണ്ട് ഫുട്ബോളിലൊക്കെ. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യും. അതിൻ്റെ ഒപ്പം ഇന്നത്തെ റൂമേഴ്സ് കാര്യങ്ങളൊക്കെ വെറുതെ ലേക്കാം, എല്ലാം കുടുങ്ങിയിട്ട് സംസാരിച്ചിരിക്കാൻ എന്താ വെറുതെ. അപ്പോൾ എന്തായാലും വേൾഡ് കപ്പാണ് വരാൻ പോകുന്നത് ഗൈസ്. വേൾഡ് കപ്പ് വരുമ്പോൾ നമുക്ക് കുറേ പ്രതീക്ഷകളുണ്ടല്ലോ. വെച്ചാൽ വേൾഡ് കപ്പാണ്, അതിൻ്റെ ഇടയിൽ ഒരു സമാധാനം കിട്ടും. മേ ബി ഇപ്പോൾ IPL നടന്നുകൊണ്ട് അതിൻ്റെ ഒരു ഇതിട്ട് അതിൻ്റെ ഒപ്പം വേൾഡ് കപ്പ് 4 വർഷത്തിന് ശേഷമാണ് വരുന്നത്. ഇപ്പോൾ ഇറ്റലി പുറത്തായി, വെയിൽസ് കയറണമെന്നുണ്ടായിരുന്നു, പക്ഷേ ബോസ്നിയാണ് കയറിയത് അവരുടെ അതിൽ നിന്ന്. ബോസ്നിയ, തുർക്കി കയറി, പിന്നെ സ്വീഡൻ കയറി, ചെക്ക് കയറി. അപ്പോൾ അങ്ങനെ യൂറോപ്പിൽ നിന്നുള്ള വേൾഡ് കപ്പ് ടീമുകളൊക്കെ ആയി. ബ്രസീലിന് നല്ല പ്രതീക്ഷയുണ്ട്. അർജൻറ്റീന ഡ്രസ്സിങ് റൂമിൽ എന്തൊക്കെയോ ഇതൊക്കെ നടക്കുന്നുണ്ട്, അറിയില്ല. പക്ഷേ മെസ്സി ആയിട്ട് സ്കലോണി അന്നൊന്നും അറിയാലോ നമുക്ക്. ഡീപോളിൻ്റെ എന്തൊക്കെ ഇഷ്യൂ ആക്കുന്നുണ്ട്, അറിയില്ല. എന്തായാലും ആര് കപ്പടിക്കും, എനിക്ക് ബ്രസീൽ കപ്പടിക്കണം എന്നാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ടീം ഏതാണെന്ന് ജസ്റ്റ് താഴെ കമൻറ്റ് ചെയ്യുക ഗൈസ്. അപ്പോൾ എന്തായാലും ഗൈസ് ഇന്നത്തെ വീഡിയോ ഇതൊക്കെയാണ്. വിഷ് ലൈക്ക് ചാനൽ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെയ്ക്കും ബൈ.